പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മെഗാസ്റ്റാർ ചിത്രം ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ വിജയക്കുതിപ്പ് തുടരുമ്പോൾ മലയാളികൾ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരാളുണ്ട്. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ആര്യ. ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ തമിഴ് താരം ആര്യയും എത്തിയിരുന്നു. നിർമ്മാണ പങ്കാളിത്തത്തിന് പുറമെയാണ് അഭിനയിക്കാൻ താരം തയ്യാറായത്. ഗ്രേറ്റ് ഫാദറിലെ ആൻഡ്രൂസ് ഈപ്പൻ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സംവിധായകൻ അനീഫ് അദേനി സമീപിച്ചപ്പോൾ ആദ്യം താൻ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നുവെന്ന് മുൻപ് ഒരഭിമുഖത്തിൽ ആര്യ വ്യക്തമാക്കിയിരുന്നു. ആര്യയ്ക്ക് കേരളവുമായുള്ള ബന്ധം സിനിമയിലൂടെ മാത്രമല്ല. കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശിയായ ജംഷാദ് ഉമറാണ് ആര്യയായി തെന്നിന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം. ജംഷാദ് സീതരിക്കത്ത് എങ്ങനെ ആര്യയായി മാറി, അതാണിവിടെ പറയാൻ പോകുന്നത്. കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശിയായ ജംഷാദ് സീതരിക്കത്താണ് ആര്യ എന്ന പേരിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഗ്രേറ്റ് ഫാദറിലെ പോലീസ് വേഷം ആര്യയ്ക്കിപ്പോൾ ജന്മനാട്ടിലും ഏറെ ആരാധകരെ നേടിക്കൊടുത്തിരിക്കുന്നു. ചെന്നൈയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനിടെ സംവിധായകൻ ജീവയാണ് ആര്യയെ കണ്ടെത്തുന്നത്. ചെന്നൈയിൽ ഒരേ പ്രദേശത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്ന ഇരുവരും പള്ളിയിൽ വെച്ചും മറ്റും കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ജീവയുടെ ഉള്ളം കേക്കുമേ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ആര്യ ശ്രദ്ധേയനായി. ആര്യയുടെ ആദ്യ ചിത്രമായ ഉള്ളം കേക്കുമയിലൂടെയാണ് മലയാളി നടി അസിൻ തോട്ടുങ്കൽ തമിഴിൽ അരങ്ങേറുന്നത്. വിഷ്ണുവർദ്ധന്റെ അറിന്തും അറിയാമലുമാണ് ആര്യയുടേതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. ഈ ചിത്രത്തിലെ കുട്ടി എന്ന കഥാപാത്രത്തിന് തമിഴിലെ മികച്ച പുരുഷ അരങ്ങേറ്റക്കാരനുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു. ഞാൻ കടവുൾ, മദ്രാസി പട്ടണം എന്നീ ചിത്രങ്ങളിൽ ആര്യയുടെ അഭിനയം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി. സിനിമയിലെത്തും മുൻപ് മോഡലിംഗിലും ആര്യ സജീവമായിരുന്നു. നടനും നിർമ്മാതാവുമായി മലയാളത്തിലും ആര്യ സജീവമാണ്. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.